എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു ചോക്ലേറ്റ് ബാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്നിക്കേഴ്സ്. നമ്മുടെ വീട്ടിലെ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. 3 സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ആദ്യം ന്യൂഗാറ്റ് ലെയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫാക്ടറികളിലൊന്നും ചെയ്യുന്ന പോലെയല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ 200 ഗ്രാം നിലക്കടല അഥവാ കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി ഉണ്ടാവും. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുക്കുക. പൾസ് മോഡിലിട്ടിട്ട് പതിയെ പതിയെ ഇത് പൊടിച്ചെടുക്കണം. അത് പെട്ടെന്ന് നമ്മൾ പൊടിക്കാൻ നോക്കിയാൽ ഈ പീനട്ടിൽ നിന്നുള്ള എണ്ണ പുറത്തേക്ക് വരും. പിന്നെ അത് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ പതിയെ പതിയെ ഇത് പൊടിച്ചെടുക്കുക. കഴിയുന്നത്രയും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ഇതിലേക്കങ്ങ് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാം ഒരുമിച്ച് ഒരു മാവ് പോലെയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മോൾഡിലേക്ക് മാറ്റാം. ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കണം. ഇതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരേ കനത്തിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. ന്യൂഗാറ്റ് ലെയർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ക്യാരമൽ ലെയർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ്, അതായത് 150 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി തീ ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചൂടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് മുഴുവൻ മെൽറ്റായിട്ട് ഒരു ക്യാരമലായി വരുന്നത് വരെ ചൂടാക്കിയെടുക്കുക. സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ ഇതിൽ ക്രിസ്റ്റൽ വന്ന പോലെയാകും. അത് കുഴപ്പമില്ല. അത് ചൂടായി വരുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് ഉരുകി അതിലേക്ക് ചേർന്നോളൂ. അല്പസമയം കഴിയുമ്പോഴേക്കും ഈ പഞ്ചസാര മുഴുവൻ അലിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലായിത്തീരും. ഇതിപ്പോൾ ഇതിലെ പഞ്ചസാര മുഴുവൻ മെൽറ്റായിട്ട് ക്യാരമലായി ഇത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം തീന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കണം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 100 മില്ലി ക്രീമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതായത് 6 ടേബിൾ സ്പൂൺ പ്ലസ് 2 ടീസ്പൂൺ. ഈ ക്രീം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നേരെ ഇതിലേക്ക് ഒഴിച്ചാൽ തണുത്തത് പെട്ടെന്ന് ചൂടുള്ളതിലേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ക്രീം ചേർത്ത് കഴിയുമ്പം ക്യാരമൽ ഒന്ന് കട്ടയാകാനായിട്ട് തുടങ്ങും. അത് കുഴപ്പമില്ല. ചൂടായി വരുമ്പോഴേക്കും ആ ക്യാരമലൊക്കെ അലിഞ്ഞ് വന്നോളും. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ. അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഈ മിക്സ് നന്നായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കണം. ഇതിനൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആകുന്നവരെ നമ്മൾ ചൂടാക്കിയെടുക്കണം. ഏത് പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ പാകം മനസ്സിലാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കണം. നമ്മൾ ഈ മിശ്രിതത്തിൽ നിന്നും ഒരു തുള്ളി ആ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒന്ന് ഇറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാകം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഡ്രോപ്പ് കൈകൊണ്ട് തൊടുമ്പോഴേക്കും അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത് പാകമായിട്ടില്ല. കുറച്ച് സമയം കൂടി ചൂടാക്കി എടുക്കണം എന്നാണ്. നമുക്കൊന്നുകൂടി ചൂടാക്കി എടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ കാരമൽ മിക്സ് ഒരു പ്രത്യേക കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ചൂടാക്കിയില്ലെങ്കിൽ ആ ബാർ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ കുറച്ച് സമയം കൂടി ചൂടാക്കി ഒന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടി പാകം നോക്കാം. ഒരു ഡ്രോപ്പ് ആ വെള്ളത്തിലേക്ക് ഇറ്റിച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇത് കൈകൊണ്ട് എടുത്ത് ഇതേപോലെ ഉരുട്ടി ഒരു ബോൾ ആക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഇത് സോഫ്റ്റ് ബോൾ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നിങ്ങളുടെ കയ്യിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. അതായത് ഏകദേശം 1/2 കപ്പ് കപ്പലണ്ടി ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ
മിശ്രിതം നമ്മൾ ആദ്യം തയ്യാറാക്കിയ ന്യൂഗാറ്റ് ലെയറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരേപോലെ ലെവൽ ചെയ്ത് എടുക്കാം. ഇതിന് ചൂട് നാറി കഴിയുമ്പോൾ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ചെറിയ ഒട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് പിന്നെ നന്നായിട്ടൊന്ന് സെറ്റാക്കി ഇട്ടാനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതാണ്. 1 മണിക്കൂറോളൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കുക. റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ മുറിച്ചെടുക്കാം. ഹോം മെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ലെയറാണ്. ബാറൊക്കെ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. ഇനി മുകളിലേക്ക് ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ബൗളാണ് ഉപയോഗിക്കാൻ. ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 250 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ അത് ഉരുകി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ചെറിയ ചൂടിൽ വേണം നമ്മളിത് ഉരുക്കിയെടുക്കാൻ. വലിയ ചൂടിൽ നമ്മൾ ചോക്ലേറ്റ് ഉരുക്കാൻ നോക്കിയാൽ പെട്ടെന്ന് ചോക്ലേറ്റ് ഹാർഡായി പോകും. അപ്പോൾ ചെറുതായിട്ട് ഇത് ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ മുഴുവനും മെൽറ്റായി. ഇനി നമ്മൾ ആ മുറിച്ച് വെച്ച ബാറുകൾ ഓരോന്നും ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. അധികമായിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കളഞ്ഞ ശേഷം ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കുക. 1/2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി അരികിൽ കാണുന്ന എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ മുറിച്ച് മാറ്റാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നിക്കേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വിശപ്പും ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റിയ നല്ലൊരു എനർജി ബാർ തന്നെയാണ് ഈ ചോക്ലേറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.